ഹാഡിയർ സ്കീമിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ LBSൻ്റെ NRI അഡ്മിഷൻ ഇട്ടപ്പോൾ ഇതുപോലെ ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് വിഭാഗത്തിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചർ ഒന്ന് ചോദിച്ചു. സോ നമുക്ക് എല്ലാ കോളേജുകളുടെയും ഫീസ് സ്ട്രക്ചർ പറയലേ പോസിബിൾ അല്ല, നിങ്ങൾ ചോദിക്കുന്ന അനുസരിച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ എടുക്കുവാണെങ്കിൽ IHRയുടെ കീഴിലുള്ള നമ്മൾ ഏറ്റവും കോഴ്സ് ഷെയറിംഗ് വിഭാഗത്തിൽ വരുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള കോളേജ് എന്ന് പറയുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയാണ്. സോ മോഡലിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, അത് IHRയുടെ കീഴിൽ വരുന്ന കോളേജിൽ മാത്രം ടോപ്പായിട്ട് നിൽക്കുന്നു എന്നുള്ളതല്ല. CET ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂരിൻ്റെ ഒക്കെ ഒപ്പം തന്നെ പ്ലേസ്മെൻറ്റ് വൈസ് നമുക്ക് പറയാവുന്ന ഒരു കോളേജ് തന്നെയാണ് മോഡൽ. അത്രയും ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതുണ്ടാവില്ല, പക്ഷേ പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് നല്ല സാലറി പാക്കേജോട് കൂടി ഒട്ടുമിക്ക കോർ കോഴ്സ് വെച്ചിട്ട് ബാക്കി ഒട്ടുമിക്ക കോഴ്സുകൾക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടുന്ന ഒരു കോളേജ് തന്നെയാണ്. സോ നമുക്ക് മോഡലിൻ്റെ ഫീസ് സ്ട്രക്ചർ പറയാം, പിന്നെ IHRയുടെ കീഴിലുള്ള വേറൊരു കോളേജിൻ്റെ കൂടി നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോളേജിന് പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ എവിടെ കിട്ടും എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മോഡലിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, IHRയുടെ കീഴിലുള്ള 9 എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്നാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി പറഞ്ഞു. അതായത് ഈ പറയുന്ന പോലെ മോഡലും അതുപോലെ തന്നെ KSRTCയുടെ കീഴിലുള്ള SCT ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, LBSൻ്റെ കീഴിൽ 2 കോളേജ്, കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കീഴിൽ നമുക്കൊരു കോളേജ്, കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കീഴിൽ 9 കോളേജുകൾ വരുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നുണ്ട് നമുക്കൊരു കോളേജ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കോളേജസ് ഉണ്ട്, അതൊക്കെ ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇതിൽ തന്നെ ചില കോളേജുകളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുവാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇത് 3 ടൈപ്പ് സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. മെറിറ്റ് സീറ്റ് അല്ലെങ്കിൽ മെറിറ്റ് റെഗുലേറ്റഡ് ഫീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫീസ് കുറഞ്ഞ സീറ്റ്, പിന്നെ മെറിറ്റ് ഫുൾ ഫീസ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് സീറ്റ്, പിന്നെ നമുക്കുള്ളത് NRI സീറ്റുമാണ്. അപ്പോൾ ഇതിൽ തന്നെ ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് വിഭാഗത്തിൽ വരുന്ന ചില കോളേജുകളിൽ ഇവിടെ മെറിറ്റ് കൂടിയ ഫീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ് മാറ്റിയിട്ട് അവർ മെറിറ്റ് കുറഞ്ഞ ഫീസ് എന്നുള്ള രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് ചില കോളേജ്. നിങ്ങൾക്ക് ആ കോളേജിൻ്റെ വെബ്സൈറ്റ് എടുത്ത് ഫീസ് സ്ട്രക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും. പറ്റുവാണെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു കോളേജിൻ്റെ വെബ്സൈറ്റ് എടുത്തൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു മെറിറ്റ് റെഗുലേറ്റഡ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിലുള്ള സീറ്റ് എന്ന് പറയുന്നത് 50%, ടോട്ടൽ സീറ്റിൻ്റെ 50%. പിന്നെ മാനേജ്മെൻറ്റ് സീറ്റ് അല്ലെങ്കിൽ മെറിറ്റ് ഫുൾ ഫീസ് എന്ന് പറയുന്ന ഇതും വരുന്നത് 45%. ബാക്കി 5% NRI സീറ്റാണ്. NRIക്ക് നമുക്ക് കീ എൻട്രൻസ് ഒന്നും എഴുതണ്ട, നമുക്ക് കോളേജിൻ്റെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ LBSൻ്റെ കണ്ടില്ലേ നിങ്ങൾ, അതുപോലെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഓൺലൈനായിട്ട്, ഇപ്പോൾ മോഡലൊക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്താൽ ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. നമ്മുടെ +2 മാർക്കിൻ്റെ ബേസിലാണ് നമുക്ക് അഡ്മിഷൻ എടുക്കുന്നത്. +2 മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ ബേസിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് കേട്ടോ. PCM ആണ് മെയിനായിട്ട് നോക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞ മെറിറ്റ് കുറഞ്ഞ ഫീസും മെറിറ്റ് കൂടിയ ഫീസും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഫീസിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് കീ എൻട്രൻസ് ക്വാളിഫൈ ആയി. നമ്മളിപ്പോൾ സിയുടെ ഇതിൽ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടില്ലേ, അപ്പോൾ കീ എൻട്രൻസ് എഴുതി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിലാണ് നമുക്ക് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ കോളേജിൻ്റെ 2 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന കോഴ്സിൻ്റെ 2 ഓപ്ഷൻ ഉണ്ടാവും, ഒന്ന് മെറിറ്റ് കുറഞ്ഞ ഫീസ്, ഒന്ന് മെറിറ്റ് കൂടിയ ഫീസ്. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ അടുത്തത് ഈസി ആണെങ്കിൽ ഈസിക്കും അങ്ങനെ തന്നെ കാണിക്കും. അത് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം, അപ്പോഴാണ് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവുള്ളൂ. ആ ഒരു ടൈമിൽ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ഇവിടെയുള്ള ഈ ഒരു മെറിറ്റ് സീറ്റിലേക്കും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്കും മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴിയാണ്. ചില കോഴ്സ് ഷെയറിംഗ് വിഭാഗത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഇപ്പോൾ കീം എഴുതാതെയും മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ അത് എല്ലാ അഡ്മിഷനും കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്തിട്ട് സ്പോട്ടും കഴിഞ്ഞിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. മോഡലിലൊന്നും അങ്ങനെ കിട്ടാനുള്ള, കീം എഴുതാതെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ചാൻസ് ഇല്ല, അതൊക്കെ നേരത്തെ തന്നെ ഫില്ലായി പോകും കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്കറിയാലോ, CS-ന് 180 സീറ്റ് ഉണ്ട്, EC-ക്ക് 120 സീറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം എന്ന് പറയുന്ന കോഴ്സിന് 60 സീറ്റ് ഉണ്ട്, EEE-ക്ക് നമുക്ക് 60 സീറ്റ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കലിന് 60 സീറ്റ് ഉണ്ട്, മെക്കാനിക്കലിന് 60 സീറ്റ് ഉണ്ട്, VLSI കഴിഞ്ഞ വർഷം തുടങ്ങിയ ഒരു കോഴ്സാണ് ഇലക്ട്രോണിക്സിൻ്റെ. സോ അതിനും നമുക്ക് 60 സീറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ന്യൂന്ന് കാണിച്ചേക്കണേ ഈ 2 കോഴ്സുകൾ നിങ്ങൾക്കുള്ളതല്ല കേട്ടോ, +2 കഴിഞ്ഞിട്ട് എഴുതുന്ന കുട്ടികൾക്കുള്ളതല്ല. അത് 2 കോഴ്സും നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മൾ ഓൾറെഡി ഉള്ള കോഴ്സ് തന്നെയാണ്, അവിടെ വർക്കിംഗ് പ്രൊഫഷണൽ എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അത് ഡിപ്ലോമ കഴിഞ്ഞിട്ടൊക്കെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കുള്ള ആ ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ, അത് നമ്മളുടെ അല്ല. ഓക്കെ, അപ്പോൾ ഇനി ഫീസ് സ്ട്രക്ചറിൻ്റെ കാര്യത്തിലേക്ക് നോക്കാം. ഇവിടെ ഫീസ് സ്ട്രക്ചർ നോക്കുമ്പോൾ മോഡലിലെ ഫീസ് സ്ട്രക്ചറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പോയോന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ കോഴ്സ് ഷെയറിംഗ് വിഭാഗത്തിലുള്ള കോളേജുകളിൽ തന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അടിയിൽ, അപ്പോൾ IHRയുടെ കീഴിൽ, കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അണ്ടറിൽ ഒക്കെ കോളേജസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ഇപ്പോൾ IHRയുടെ കീഴിലാണെങ്കിൽ മോഡലിലെ ഫീസ് ആയിരിക്കില്ല ചിലപ്പോൾ ചെങ്ങന്നൂർ, ഇനി ചെങ്ങന്നൂർ തന്നെ CS-ൻ്റെ ഫീസ് ആയിരിക്കില്ല ചിലപ്പോൾ EEE-ക്ക്. അപ്പോൾ അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ മോഡലിലെ ഫീസ് എന്ന് പറയുന്നത് മെറിറ്റ് റെഗുലേറ്റഡ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏറ്റവും കുറഞ്ഞ ഫീസ് എന്ന് പറയുന്നത് സെം വൈസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾ വെബ്സൈറ്റ് നോക്കുമ്പോൾ ചിലയിടത്ത് ആനുവൽ, അതായത് ഇയർലി നിങ്ങൾ കൊടുക്കുക
കൊടുക്കേണ്ട ഫീസായിരിക്കും, ചില സ്ഥലത്ത് നമ്മൾ സെമ്മായിട്ട് കൊടുക്കേണ്ട ഫീസായിരിക്കും. അതായത് നമുക്ക് ഒരു കൊല്ലത്തിൽ ഏകദേശം 2 സെം വരുന്നുണ്ട്. 6 മാസം കൂടുമ്പോൾ നമുക്ക് ഒരു സെം വരും. അപ്പോൾ ഈ പറയുന്ന ഈ മെറിറ്റ് റെഗുലേറ്റഡ് ഫീസ് ഇപ്പോൾ 22,500 പെർ സെമസ്റ്റർ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് 22,500, പിന്നെ കുറച്ച് ഫീസുകൾ അഡ്മിഷൻ്റെ സമയത്ത് മാത്രം വരുന്നുണ്ട്. ഇപ്പോൾ കോഷൻ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ബസ് മെയിൻ്റെനൻസ് ഫീ അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ഫീസുകൾ വരുന്നുണ്ട്. ആ ഫീസ് പ്ലസ് ട്യൂഷൻ ഫീസാണ് നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് അടുത്ത സെം വരുമ്പോൾ ഫസ്റ്റ് സെമ്മിലെ ഫീസ് അവിടെ വാങ്ങിച്ചു. ഇനി സെക്കൻഡ് സെം വരുമ്പോൾ 6 മാസം കഴിഞ്ഞ് സെക്കൻഡ് സെമ്മിലേക്ക് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സാം ഫീസും അതുപോലെ തന്നെ ഈ പറയുന്ന 22,500 എക്സാം ഫീസ് എനിക്ക് തോന്നുന്നു 2000, ഇപ്പോൾ ഈ വർഷം ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, അത്രയൊക്കെയാണ് വരാറ്. സോ ആ ഒരു ഫീസും പ്ലസ് ഈ മെറിറ്റ് റെഗുലേറ്റഡ് ഫീസ് അഡ്മിഷനാണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 22,500 എന്നുള്ള ഫീസും കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളെ അഡ്മിഷൻ്റെ സമയത്ത് ഓർപ്പിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നുള്ളത്. നിങ്ങൾ കീമിൽ നല്ല റാങ്കും അതുപോലെ ഇൻകം നിങ്ങളുടെ കുറവാണെങ്കിൽ നിങ്ങളുടെ ട്യൂഷൻ ഫീസ് നമ്മൾ AICT എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ കോഴ്സുകളുടെയൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ AICT ആണ് നമ്മളുടെ ഇതിനുള്ള അംഗീകാരങ്ങളൊക്കെ തരുന്നത്. സോ AICT നമുക്ക് നല്ല റാങ്ക്, കീമിലെ നല്ല റാങ്കും അതുപോലെ ഇൻകം കുറവുള്ളവർക്ക് ട്യൂഷൻ ഫീസ് ഇളവ് തരുന്നുണ്ട്. ട്യൂഷൻ ഫീ വേവിയർ എന്ന് പറയുന്ന സ്കീമുണ്ട്. സോ നമുക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ട, അല്ലാതെ ചെറിയ ഫീസ് മാത്രം കൊടുത്താൽ മതിയാവും. അതെല്ലാവർക്കും കിട്ടില്ല, മനസ്സിലായല്ലോ. കീമിൽ നല്ല റാങ്കും എഞ്ചിനീയറിങ്ങിന് കീമിൽ നല്ല റാങ്കും അതുപോലെ നമ്മുടെ ഇൻകം കുറവ്, അതുകൊണ്ടാണ് എല്ലാവരോടും ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ മെറിറ്റ് റെഗുലേറ്റഡ് ഫീസ് മനസ്സിലായല്ലോ, 22,500 പെർ സെമസ്റ്റർ ആണ്. ഇനി മെറിറ്റ് ഫുൾ ഫീസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ആണെങ്കിൽ 37,500. ഈ പറഞ്ഞ പോലെ തുടങ്ങുമ്പോൾ 37,500 പ്ലസ് എക്സ്ട്രാ ഫീസ് കുറച്ച് വരുന്നത്. പിന്നെ അടുത്ത സെം തുടങ്ങി 37,500 പ്ലസ് എക്സാം ഫീസ്, അത്രയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇനി NRIക്ക് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ CS, CU പിന്നെ ECയിൽ തന്നെ EC കൂടാതെ VLSI വരുന്നുണ്ട്. അത്രയും കോഴ്സുകളാണ് നിങ്ങൾ NRI അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ നിങ്ങൾ കൊല്ലത്തിൽ കൊടുത്താൽ മതി. അതായത് നേരത്തെ പറഞ്ഞ സെമസ്റ്റർ ഫീസ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ലക്ഷം രൂപ, അതും നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് കടക്കാനൊക്കെ അവർ സമയം തരും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ NRI തന്നെ EEE, അതായത് ഇലക്ട്രിക്കലും ബയോമെഡിക്കലും മെക്കാനിക്കലിനും അതിന് ഫീസ് വരുന്നത് 1,50,000 പെർ ആനം ഫീസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫീസ് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ സെമസ്റ്റർ ആണോ പെർ ഇയർ ആണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതനുസരിച്ചിട്ടാണ് ഫീസ് വരുന്നത്. ഇപ്പോൾ ഇത് IHRയുടെ കീഴിലുള്ള മോഡലല്ലേ. ഇനി നമുക്കൊന്ന് ബാക്കിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ചെങ്ങന്നൂരിൻ്റെ ഫീസ് സ്ട്രക്ചർ കിട്ടുന്നുണ്ട്. ചെങ്ങന്നൂരിൻ്റെ ഫീസ് സ്ട്രക്ചർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. രണ്ടും IHRയുടെ കീഴിലുള്ള കോളേജാണ്, പക്ഷേ ഇവിടെ ഫീസ് സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇതുണ്ടോ, ഇവിടെ ഫീസ് കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഫീസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെറിറ്റ് റെഗുലേറ്റഡ് ഫീസായിട്ട് വന്നേക്കുന്നത് 40,000 പെർ ആനം വന്നേക്കുന്നത്. അത് നോക്കൂ, CSIE അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് CSൻ്റെ ഒരു കോഴ്സ് ചെങ്ങന്നൂരുണ്ട്. പിന്നെ അതിൽ ECക്ക് 45,000 പെർ ആനം വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ EEEക്ക് 40,000 ആണ് വരുന്നത്. ഓക്കെ സോറി കേട്ടോ. അതായത് EEEക്ക് 40,000 ആണ് കുറഞ്ഞ ഫീസ് ചെങ്ങന്നൂർ വരുന്നത്. CS-നും അതുപോലെ തന്നെ ECക്കും നമുക്ക് അവിടെ ഫീസ് വരുന്നത് 45,000 ആണ് ഫീസ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ചില കോളേജിൽ ചില കോഴ്സുകൾക്ക് ഫീസിൽ വ്യത്യാസം ഉണ്ടെന്ന്. ഇനി ഇവിടെ തന്നെ മെറിറ്റ് ഫുൾ ഫീസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഫീസ് ആണെങ്കിൽ EEEക്ക് 70,000 വരുന്നുള്ളൂ എങ്കിൽ കമ്പ്യൂട്ടർ സയൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കും ECക്കും 75,000 പെർ ഇയർ വരുന്നുണ്ട് നമുക്ക് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ NRIയുടെ ഫീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഇവിടെ NRIയുടെ ഫീസും ഉണ്ടാവും. പിന്നെ എത്ര സീറ്റാണെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, NRIയുടെ നമുക്ക് ഇനി ഞാൻ ആ NRIയുടെ അഡ്മിഷൻ ആകുമ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം. നമുക്ക് ഒരു NRIക്ക് ചിലപ്പോൾ നമുക്കൊരു എമൗണ്ട് ചോദിക്കാറുണ്ട്. ഇത്ര ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട് ചിലപ്പോൾ ചോദിച്ചെന്നുണ്ടാവാം. അത് ഈ വർഷം എങ്ങനെയെന്നുള്ളത് അറിയില്ല. അത് നമുക്ക് സാധാരണ പോരുമ്പോൾ തിരിച്ച് കിട്ടാറൊക്കെ ഉണ്ട്. അപ്പോൾ ചില സ്ഥലത്തൊന്നും നമ്മൾ ഡെപ്പോസിറ്റ് കൊടുത്താൽ അത് തിരിച്ചൊന്നും കിട്ടില്ല കേട്ടോ. അതൊക്കെ ഓർക്കുക. പ്രത്യേകിച്ച് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ NRIക്ക് ഡെപ്പോസിഷനൊക്കെ കൊടുത്തതിനായി കോഷൻ ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിലൊക്കെ അവർ വാങ്ങുന്നുണ്ട്. പക്ഷേ അത് തിരിച്ച് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കുക കേട്ടോ. വലിയ എമൗണ്ടൊക്കെ അവർ വാങ്ങുന്നുണ്ട്. സോ നമ്മൾക്ക് നമ്മുടെ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കോസ്റ്റ് ഷെയറിംഗ് വിഭാഗത്തിൽ സാധാരണ ഡെപ്പോസിറ്റ് ചിലവർ വാങ്ങാറില്ല, ചിലവർ വാങ്ങിയാൽ നമുക്ക് തിരിച്ച് കിട്ടാറുണ്ട്. അപ്പോൾ ഓരോ വർഷം അതിൻ്റെ റൂൾസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വർഷം അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് NRIയുടെ ഒരു പ്രോസ്പെക്ടസ് റിലീസ് ചെയ്യും. ഇപ്പോൾ IHRയുടെ കോളേജ് ആണെങ്കിൽ NRI അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്ക് പറയാം. സോ നിങ്ങൾ വെബ്സൈറ്റ് നോക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അവർ പ്രോസ്പെക്ടസ് റിലീസ് ചെയ്യുമ്പോൾ അതിൽ ഫീസ് സ്ട്രക്ചർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ അപ്ലൈ ചെയ്യണതിന് ഒരു 1,000 ഉണ്ട് നമുക്ക് ഫീസ്. അപ്പോൾ അതൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് അപ്പോൾ ആ ഒരു ടൈമിൽ പറയാം. അപ്പോൾ ഇതുപോലെയാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ടേ ഈ അഡ്മിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് കണ്ടോ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ വെബ്സൈറ്റ് എടുക്കുക.